ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു മനോഹരമായ വ്ളോഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്. ആരുടെ ബർത്ത്ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല, മാളുക്കുട്ടിയുടേത്. ഞാൻ ജനിച്ച് 4 വർഷം ഒറ്റയ്ക്കായി പോയെന്ന് തോന്നിപ്പോയപ്പോഴത്തേക്ക് ദൈവം എനിക്കായിട്ട് വഴക്കിടാനും ഇണങ്ങാനും പിണങ്ങാനും സ്നേഹിക്കാനും ഒക്കെ എനിക്കായിട്ട് കൊണ്ടുവന്ന ഒരു സാധനത്തിൻ്റെ ആ മുതലിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഏപ്രിൽ 2. അപ്പോൾ നമുക്ക് ആദ്യം ബർത്ത്ഡേ ഗേളിനെ പോയെന്ന് കണ്ടിട്ട് വിശേഷങ്ങൾ തിരക്കിയിട്ട് വരാം. ഉറക്കണിട്ട് കാണാനുള്ള വഴിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. അമ്മ രാവിലെ ഉറക്കണിറ്റായിരുന്നു. ഞാൻ ഉറക്കണീറ്റ മാത്രല്ല കുളിച്ച് അമ്പലത്തിലും പോയി. നല്ലൊരു ദിവസമല്ലേ? ആർക്ക്? നിനക്ക് നല്ല ദിവസം. ആ തന്നെ. എന്ത് പുട്ടും അപ്പവും ഉണ്ടാക്കില്ലേ നിന്റെ ഫേവറേറ്റ്? എൻ്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് എനിക്ക് ചൈനീസ് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി തന്നു. ചൈനീസ് ഫുഡ് അല്ലേ? അല്ലേ? ആ, ഇത് ചൈനീസ് ഫുഡ് തന്നെ. അച്ഛനാ കാണും. അമ്മയാ? അമ്മയെ അടുക്കളയിൽ സ്പെഷ്യൽ ഉണ്ടാക്കുന്നു. ഇന്നെന്തുവാ സ്പെഷ്യൽ? ബിരിയാണി. ബിരിയാണി? ഓ, ബിരിയാണി. യെസ്. ചിക്കനാ മട്ടനാ ബീഫാ? ചിക്കൻ. ചിക്കൻ ബിരിയാണിയാ? യെസ്. നിനക്ക് സാധാരണ ബീഫാ മട്ടനൊക്കെ ആണല്ലോ ഇഷ്ടം? അതാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ അമ്മ ചിക്കൻ മേടിച്ചത്. തന്നെ? പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം. അത് തന്നെ. എനിക്ക് എൻ്റെ ചേട്ടൻ മേടിച്ചു. വേണോ? വേണോ? കിട്ടിയാ കൊള്ളാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇന്ന് ഏതാണ് വേണ്ടത്? ബീഫായാലും മട്ടനായാലും കൊള്ളാം, ഏതായാലും കൊള്ളാം. ബീഫ് അല്ലെങ്കിൽ മട്ടൻ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കൊച്ച് ആഗ്രഹിച്ചല്ലേ, നമുക്ക് അത് തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. ചേട്ടൻ പോണില്ലേ? എവിടെ? ചേട്ടൻ കുറച്ച് മുമ്പ് പറഞ്ഞു എനിക്ക് ബീഫ് മട്ടനൊക്കെ മേടിച്ചു തരാന്ന്. ഞാനേ? കുറച്ച് മുമ്പ് വാഗ്ദാനം തന്നു, മറന്നാ? വെറും വാഗ്ദാനം. ഇതൊരുമാതിരി രാഷ്ട്രീയക്കാരെ പോലെ സംസാരിക്കല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ലടി. രാവിലെ കുറച്ചു മുമ്പ്. അത് വീഡിയോ എടുക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞത്. ഇതൊക്കെ ആരെങ്കിലും വാങ്ങിച്ചു തരാൻ പോണോ എനിക്ക്? എന്തരേട്ടാ? അയ്യോ, നിന്റെ എന്തരേട്ടയിലാണ് സംഗതി മൊത്തം ഇരിക്കണത്. ഇത് പറഞ്ഞ ആരായാലും എന്താണെങ്കിലും മേടിച്ചു. അപ്പൊ ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വരേ. ഓക്കെടാ, പോയി വേറെ കാർഡ് ഇറച്ചി മേടിക്കാൻ കാർഡാ ATM പോയി എടുക്കണ്ടേ? ഓ, അതങ്ങനെ. ഓക്കെ, ബായിടാ. ഇതേപ്പം എന്തോ കാര്യമായിട്ടൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. സാധനം മേടിച്ചാ? ഇല്ല. എവിടെ നോക്കട്ട്? വാങ്ങിച്ചില്ലെന്ന്. മേടിച്ചില്ല, പിന്നെ കവറിനകത്തൊന്നും തോന്നുന്നു. പിന്നെ കണ്ടിട്ട് ചോദിക്കണത് എന്നാല് ഇതെന്തോന്ന് 2 കവറ്? പറ, 2 ഇറച്ചി മേടിച്ചാ? ബീഫും മേടിച്ചു മട്ടനും മേടിച്ചു. ഇത്രയ്ക്ക് സ്നേഹം എന്നോട്? അയ്യ, എന്റെ തലയിൽ കൂടെ വണ്ടി എവിടെയല്ലേ, നിന്നെ രണ്ടും കൂടെ തീറ്റിക്കാൻ. പിന്നെ എന്തോന്ന് 2 കവറ്? അത് തുറന്നു നോക്ക്. പറയാൻ പറ്റൂല. ഇന്നത്തെ ദിവസം എന്ത് പറഞ്ഞാലും ചേട്ടൻ മേടിച്ചത്. നീ പറയണേ കേട്ട് അങ്ങ് തുള്ളാൻ നിൽക്കില്ലേ? വേണേ തുറന്നു നോക്കടി. ഞാനാ? മട്ടനാണല്ലേ? ഇതൊന്നും ഇല്ല, പട്ടി കൊടുക്കാനോ? ഓ, നിനക്ക് തരാം. ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ? എടി, എല്ലേ ഇത് സൂപ്പിന് വേണ്ടിയിട്ടാണ് കോപ്പേ. സൂപ്പൊക്കെ ഇരിക്കട്ടെ, സൂപ്പർ ആവട്ടെ. പറയപ്പോലെ നീ സൂപ്പൊന്നും അധികം കഴിച്ചിട്ടില്ലല്ലേ? എന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്ന് ഇതേപോലുള്ള ഇനി ഏറ്റവും വിറ്റ് ഇതൊക്കെ അതാണ്ട് അമ്മയ്ക്ക് വെക്കാൻ അറിയാമോ? ഇന്നത്തെ ദിവസം എനിക്ക് റെസ്റ്റ്. അന്ന് അച്ചപ്പം ഉണ്ടാക്കി കുളമാക്കിയത് ഓർമ്മയുണ്ടല്ലേ? ചേട്ടൻ ഉണ്ടാക്കിയത് ഞാനും കണ്ട്. ഓ, അമ്മയുടെ അത്ര ആയില്ല, മറ്റേ കരിച്ച് പറിച്ച്. ഇന്ന് അമ്മ എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ മട്ടൻ സൂപ്പും ഉണ്ടേ. അല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വെക്കും. ഇന്നാണ് എന്റെ ബർത്ത്ഡേ, ഇന്ന് തന്നെ വേണം. ഇന്നത്തേക്ക് വേണ്ടി എടുത്ത ആരതാണ് ബർത്ത്ഡേ? ഡെയിലി ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ ഡെയിലി എന്തോ ചെയ്താ കൊള്ളാം. അല്ല, നീ എവിടെ പോണു? പോയി സഹായിക്കടി അങ്ങോട്ട്. എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അതൊന്നും വേണ്ട, അരിഞ്ഞ് പറക്കി സഹായിക്കോ. പിന്നെ ഇന്നത്തെ ദിവസം ഫുൾ റെസ്റ്റ്. അല്ലാത്ത ദിവസം നീ എന്തോ പണിയെടുക്കും പോലെയാണ് നീ പറയണത്. നീ എന്തായാലും അവിടെ പണിയെടുക്കണല്ലോ, ഇങ്ങോട്ട് വന്നാണ്. അതാണ് നല്ല. എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ നീ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. അയ്യോ, എന്ത്? എടി, മറ്റേ കാര്യം പറയാൻ പറഞ്ഞുപോയി. എന്റെ ബർത്ത്ഡേ ടെൻഷൻ ആക്കാതെ പറ. എന്റെ ദൈവമേ, ഞാൻ
പൊട്ടനാ. ശ്ശേ. എന്ത്? അയ്യോ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്ന എൻട്രി ആരടുത്തെന്തോ നിന്റെ അടുത്ത് മറന്നും പോയി. ഇപ്പൊ പറ എന്താന്ന്. ബർത്ത്ഡേ ആയിട്ട് രാവിലെ എണീറ്റ് ഇത്ര നേരമായിട്ട് ഞാൻ നിന്നെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേടി? ബാക്കി എല്ലാവരും പറഞ്ഞ പറഞ്ഞ ബാക്കി എല്ലാവരും പറഞ്ഞ ഞാൻ ഇതിലായിട്ട് ഉള്ളത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേടാ? ഹാപ്പി ബർത്ത്ഡേ ലാസ്റ്റാണ് പറയുന്നത്. അച്ഛനമ്മയൊക്കെ പറഞ്ഞായിരുന്നില്ലേ? പക്ഷെ ഒരു കാര്യം, നിനക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ചാലേ ഞാനേ ഉണ്ടായിരുന്നുള്ളു. കേട്ടാ, അവരാരും വാങ്ങിച്ചു തന്നിട്ടില്ല അല്ലേ? ഇതേക്കണ്ട, വീട് പണി നോക്കാൻ പോയിട്ട് വന്ന് കയറി വന്ന കോലമാണ്. വേർത്ത് പണി നോക്കാൻ പോയതാ, അത് പണിയാൻ പോയതാ. നമ്മളെ വീടിന്റെ പണി നമ്മൾ തന്നെ നോക്കണം, ഇല്ലെങ്കിൽ ശരിയാവൂല. എന്തൊക്കെ പണി ചെയ്തിട്ട് അവിടെ മതിൽ പൊളിച്ചതിന്റെ കട്ട മൊത്തം ഞാനാ തോന്നുന്ന. അമ്മമാരാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയത്. ചൂട് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. എൻ്റെ കറി എന്തിനായി നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരണില്ല. കറി എന്തിനായി അമ്മ? സൂപ്പറായിട്ട് വയ്ക്കണ കേട്ടാ സൂപ്പ്. പിന്നെ അല്ല ഞാൻ ഒന്നുകൂടെ ഒന്ന് പോയി ബാക്കി അങ്ങനെ പിറന്നാൾക്കാരി സൂപ്പറായിട്ടുണ്ടാക്കിയ സൂപ്പ് കുടിക്കുകയാണ്. എങ്ങനെയുണ്ട് സൂപ്പ്? സൂപ്പർ ടേസ്റ്റ്. കൊള്ളാമോ? വേണ്ട, നീയല്ലേ ബർത്ത്ഡേ കാരി, നീങ്ക സാപ്പിടുങ്കോ. ടുഡേ ഈസ് മൈ ഡേ. ടുഡേ ഈസ് യുവർ ഡേ, ചിൽഡ്രൻസ് ഡേ. സൂപ്പർ സംഭവം അവൾ ഒറ്റയ്ക്ക് കഴിക്കണ കണ്ടിട്ട് എനിക്കും കൊതി വരുന്നുണ്ട്. അവൾ ഒത്തിത്തടി ഒറ്റയ്ക്ക് വാട്ടർ സൂപ്പ് ഒറ്റയ്ക്ക് ഞാനാണ് മേടിച്ചു കൊടുത്തത്. പക്ഷെ ബർത്ത്ഡേ എൻ്റെ ഇതിപ്പോ എൻ്റെ ബർത്ത്ഡേ ചേട്ടൻ്റെ ബർത്ത്ഡേ ഇന്നല്ലോ 2-3 പ്രാവശ്യം. എൻ്റെ ബർത്ത്ഡേ അല്ലേ ഏട്ടാ? എല്ലാം നല്ല ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ മസ ആയേഗ മസ. അതൊക്കെ എനിക്ക് തിന്നാൻ അറിയാം. പോ പോ പോ. എന്തോ അടിയത്? മട്ടൻ ബിരിയാണി. ആദ്യം ഒരു പീസ് ഇങ്ങനെ എടുക്കണം. ഒന്ന് വേണമെന്ന് പോലും ചോദിക്കണില്ലേടി? നേരത്തെ ചോദിച്ചു മതിയായി. എൻ്റെ ബർത്ത്ഡേ എനിക്ക് തിന്നാം. കേറ്റ് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. എൻ്റെ പൊന്നെ, ഇത് 2 കൊട്ട് കൊട്ടിയിട്ട് അതിന്ന് പറഞ്ഞിങ്ങനെ നക്കി തിന്നുമ്പോൾ ടേസ്റ്റ്. ബിരിയാണി എങ്ങനെയുണ്ട്? പൊടിയോ സൂപ്പർ ടേസ്റ്റ്. എൻ്റെ അമ്മ വെച്ചോണ്ട് പൊക്കി പറയല്ല, സൂപ്പർ ടേസ്റ്റ്. കേക്ക് മുറിക്കണ്ടേടി? കഴിഞ്ഞിട്ട് വയ്യ. ബർത്ത്ഡേ ഗിഫ്റ്റ്. കാറിന്റെ താക്കോലല്ല, നീ ഇതും കൊണ്ട് താഴെ കാറ് തുറന്ന് നോക്ക്. നിനക്ക് അതിനകത്തൊരു സാധനം വെച്ചിട്ടുണ്ട്. ചെന്ന് നോക്ക്. കുറേ നാളായി നീ നിന്റെ കറുവൽ, ഒരു വർഷങ്ങളായിട്ട് നീ കുറേ കറുവൽ പാവക്കുട്ടിയും കൊണ്ടല്ലേ നടന്നത്. നിന്റെ പഴയ പാവക്കുട്ടി എടുത്ത് കാണിച്ചാൽ നീ അതിനെടുത്ത് മാറ്റിക്കോണം. അതിനെടുത്ത് കളഞ്ഞോണം. അതെന്താ പുതിയത് കിട്ടിയ പഴയത് കളയൂലേടി? ഓ നന്മ, യോ നന്മ. അല്ല
നമ്മൾ ഇത്രയും നാൾ ഇതാണ് എന്റെ കൂടെ എന്നിട്ട് ഇതിന് അവസാനം കളഞ്ഞു. അയ്യോ അയ്യോ മാളക്കുട്ടി, ഇത് സെന്റിമെന്റലി ഡാമേജ്. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അയ്യോ ഇത് അയ്യോ കണ്ണ് പറയണടി. ഇങ്ങോട്ട് നോക്കട്ടെ നോക്കട്ടെ. സകൃതകൃതാവായി നാട്ടുകാരെ, അങ്ങനെ മാളക്കുട്ടിയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് നടക്കുന്ന കേക്ക് കട്ടിംഗ് സെറമണിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കത്തിച്ചേടി. അത് കത്തി എന്താടി ദീപാവലിയുടെ പടക്കൂടി. കറക്റ്റ് ഷോട്ട് അടി കിട്ടി. പാട്ടൊക്കെ ഉണ്ടല്ലോ അടി ഇതിനകത്ത്. അതുകൊണ്ട് അതിൽ തന്നെ കിക്കി ഹാപ്പി ബർത്ത്ഡേ സൗണ്ടൊക്കെ കേൾക്കണം. സ്പെഷ്യൽ ഗസ്റ്റുകളൊന്നും ഇല്ലേ ഇതിൻ്റെ ബർത്ത്ഡേക്ക്? ഓക്കെ, നമ്മൾ 4 പേരും കൂടെ മാത്രം അടങ്ങിയ ഒരു ബർത്ത്ഡേ പാർട്ടിയാണിത്. ഇത് മാളക്കുട്ടിയുടെ ഗിഫ്റ്റ്. പേര് വിട്ടോ അതിനിടയ്ക്ക്? പിങ്ക് കളറായോണ്ട് പിങ്കി നിട്ടല്ലേ. ആഹാ, ഒരറ്റത്തുനിന്ന് മുറിച്ചു തുടങ്ങിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ആര്യ. മാളക്കുട്ടി അത് മതി. അതിനകത്ത് എഴുതിയിരിക്കണം മാളക്കുട്ടി എന്നല്ലേടി? അത് ഒരുമാതിരി കരിഞ്ഞ മണം. ആഹാ, നല്ല കേക്ക് കേട്ടോ. 3 ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അയ്യേ, അതെത്ര രൂപയുടെ അത്? അതെത്ര? വേറെ അത് വേറെ 20 രൂപയുടെ. അത് വേറെ 20 രൂപയുടെ സ്നിക്കേഴ്സ്. അതാണ്ട ഇത് നോക്കുക. ടോപ്പിൾ റൗണ്ട്. ഇതിലേതടി വലിപ്പം? അങ്ങനെയല്ല. ഇതില്ല, നീ പറ ചേട്ടനാണോ അതോ എന്നാലും എന്നാ പിന്നെ എന്റെ ടോപ്ലർ അങ്ങോട്ട്. നിനക്ക് ഞാനാണ് കൂടിയ സാധനം മേടിച്ചു തന്നത്. കൂടിയ ഇത് വേറെ 20 രൂപയുടെ സാധനം. നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ ലേറ്റായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. ഓൾമോസ്റ്റ് രാത്രിയായി. നമ്മൾ ഉച്ചയ്ക്ക് കട്ട് ചെയ്യാൻ വെച്ചിരുന്നത് ഏകദേശം 3:30 സമയത്താണ് ഇവളുടെ ബർത്ത്ഡേ ശരിക്കും ജനിച്ച സമയം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെട്ടിമുറിക്കാൻ പറ്റിയില്ല. അച്ഛൻ ഉച്ചയ്ക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയായി പോയത്. ഇനി ഏകദേശം കട്ട് ചെയ്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 11:30 ഇനി ഈ സമയത്ത് ഈ കേക്ക് കൊണ്ട് അപ്പുറത്ത് വീട്ടുകാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാര്യം അവരൊക്കെ നോമ്പ് പിടിക്കുന്നവരാണ്, രാവിലെ എണീക്കേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ ഈ കേക്ക് അപ്പുറം ഇപ്പുറമൊക്കെ വെട്ടിക്കൊണ്ട് കൊടുക്കാം. സോ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. വലിയ ആഡംബരങ്ങളോ ചാടകളോ ഇല്ലാത്ത ഒരു കൊച്ചു ബർത്ത്ഡേ ആഘോഷമായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ടാറ്റ പറ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ടാറ്റ, ബൈ ബൈ, സീ യു.